ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു നീതിയും, UDF ഭരിക്കുമ്പോൾ മറ്റൊരു നീതിയും. അത് ഒരിക്കലും കേരളത്തിനെന്നല്ല, ഒരു സംസ്ഥാനത്തിനും ഒരു ജനാധിപത്യ സംവിധാനത്തിനും ചേർന്നതല്ല. കാരണം AK ആൻ്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ 2-3 ആഴ്ചത്തെ DA കുടിശ്ശിക തടഞ്ഞു വച്ചപ്പോൾ ആഴ്ചകളോളം പണിമുടക്കിയ പാരമ്പര്യമാണ് നമ്മുടെ NGO യൂണിയൻ ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾക്കുള്ളത്. ഇപ്പോൾ 42,000 കോടിയാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശിക, DA ഇനത്തിൽ കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും കേരള സർക്കാർ നൽകാനുള്ളത്. ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടേയില്ല. ഉമ്മൻചാണ്ടി സർക്കാർ 1 വർഷം മുമ്പ് മുൻകൂറായി ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിച്ചെങ്കിൽ പിണറായി സർക്കാർ 8 കൊല്ലം പിന്നിട്ടിട്ടും പുതിയ ശമ്പള കമ്മീഷനെ പോലും നിയമിച്ചിട്ടില്ല. സർക്കാർ ജീവനക്കാർ ശരിക്കും സർക്കാരിനെ താങ്ങി നിർത്തുന്ന സ്ഥിരം സംവിധാനമാണ്. ഇന്നലെ ഉമ്മൻചാണ്ടി ഭരിച്ചു, കഴിഞ്ഞ 8 കൊല്ലമായി പിണറായി ഭരിക്കുന്നു, നാളെ UDFൻ്റെ മറ്റൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കാം. പക്ഷെ ആര് വന്നാലും സർക്കാർ ജീവനക്കാർ അടങ്ങുന്ന ബ്യൂറോക്രസി തന്നെയാണ് ഒരു സർക്കാരിനെ താങ്ങി നിർത്തുന്നത്. IASകാരും IPSകാരും മാത്രമല്ല, താഴേക്കിടയിലുള്ള ക്ലാർക്ക് മുതൽ കളക്ടർമാർ വരെയുള്ള സർക്കാർ ജീവനക്കാർ, LP സ്കൂൾ മുതൽ കോളേജ് വരെയുള്ള അധ്യാപകർ, അവർ തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഒരു സ്ഥിരം സംവിധാനം. ബ്യൂറോക്രാറ്റുകൾ എന്ന് പറഞ്ഞ് നാം അധിക്ഷേപിക്കാറുണ്ടെങ്കിലും ആ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അവകാശങ്ങൾ, പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതും സർക്കാർ സംവിധാനങ്ങൾ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇക്കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് ഏറ്റ തിരിച്ചടി, ഇടതുമുന്നണിക്കേറ്റ കനത്ത തോൽവിക്ക് കാരണം പഠിക്കുന്ന കേന്ദ്ര കമ്മിറ്റിയും PBയും സംസ്ഥാന കമ്മിറ്റിയുമെല്ലാം കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പെൻഷൻ വിതരണത്തിലെ കുടിശ്ശികയാണ്. അത് പാവപ്പെട്ടവർക്ക്, കർഷക തൊഴിലാളികൾക്ക്, വിധവകൾക്ക് ഒക്കെ നൽകിക്കൊണ്ടിരുന്ന പെൻഷൻ, മറിയക്കുട്ടിയെപ്പോലെയുള്ള അമ്മമാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പെൻഷൻ 7 മാസത്തെ കുടിശ്ശിക ഉണ്ട്. അതിൽ 2 മാസത്തെ കുടിശ്ശിക ഉടൻ നൽകുമെന്നും ബാക്കി 5 മാസത്തെ കുടിശ്ശിക അടുത്ത 2 കൊല്ലം കൊണ്ട് നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ തമാശ, ഈ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ എന്തെല്ലാം പദ്ധതികളിലാണ് കുടിശ്ശിക എന്ന് പറയണം, നമ്മൾ നോക്കണം. കാരണം അതൊന്നും ഓർമ്മയിൽ നിന്നെടുത്ത് പറയാൻ പറ്റില്ല. കാരുണ്യ പദ്ധതി, നമ്മുടെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച് അവർക്ക് KM മാണി മന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി, അതിൽ കുടിശ്ശികയുണ്ട്. നെല്ല് സംഭരിച്ചിട്ട് കർഷകന് അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന അക്കാര്യത്തിൽ കുടിശ്ശികയുണ്ട്. റോഡും പാലങ്ങളും പണിത കരാറുകാർക്ക് കുടിശ്ശികയുണ്ട്. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശികയുണ്ട്. മാറാരോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്കും ക്ഷയരോഗികൾക്കും മറ്റും നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് കുടിശ്ശികയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് നൽകി വന്ന സഹായങ്ങൾക്ക് കുടിശ്ശികയുണ്ട്. എൻഡോസൾഫാൻ രോഗികൾക്ക് നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾക്ക് കുടിശ്ശികയുണ്ട്. ക്ഷേമ പെൻഷൻ 5 ഗഡു, അതിൽ 3 ഗഡു അടുത്ത വർഷം കൊടുക്കാമെന്നാണ്, അടുത്ത മാർച്ചിൽ കൊടുക്കാമെന്നാണ്, മാർച്ചിനുള്ളിൽ കൊടുക്കാം. പിന്നെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബദ്ധയും മറ്റും എപ്പോൾ കൊടുക്കുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നിയമസഭയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. സമയബന്ധിതമായ കുടിശ്ശിക നിവാരണ പ്രഖ്യാപനമാണ്. എന്തായാലും ഒരു കുടിശ്ശിക വിതരണ വാരമോ വർഷമോ ഇവർ നടത്തിയാലും അത്ഭുതപ്പെടാനില്ല. ഞാൻ മനസ്സിലാക്കിയ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം, 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഉത്തരവ് ഉൾപ്പെടെ മന്ത്രിമാരുടെ
ഉത്തരവുകളായാലും IAS ഉദ്യോഗസ്ഥരുടെ ഉത്തരവുകളായാലും സർക്കാർ ഉദ്യോഗസ്ഥർ അതനുസരിക്കുകയോ നടപ്പാക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഈ പാർട്ടിയെ അധികാരത്തിലേറ്റിയ സഖാക്കൾക്ക് പോലും ഒരു പോലീസ് സ്റ്റേഷനിലോ വില്ലേജ് ഓഫീസിലോ ചെന്ന് തങ്ങളുടെ കാര്യങ്ങൾ, തങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ പോലും നടപ്പിലാക്കി കിട്ടാത്ത അവസ്ഥ. ഇതിന് കാരണം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഒരു വിഷയത്തിലും പാർട്ടി നേതാക്കൾ ഇടപെടേണ്ട എന്നൊരു തീരുമാനം എടുത്തു എന്നാണ് അറിയുന്നത്. അത് പാർട്ടി കമ്മിറ്റികളിൽ മാത്രമല്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും മന്ത്രിമാർ പ്രഖ്യാപിച്ചു. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സൗകര്യമായി. കാരണം പാർട്ടി ഓഫീസിൽ നിന്ന് വിളിച്ചൊരു ശുപാർശ പറഞ്ഞാലും ചെയ്യേണ്ടതില്ല. ഒരു പെറ്റി കേസ് ചാർജ് ചെയ്താൽ തുകയൊന്ന് കുറച്ചു കൊടുക്കണം, ഫൈനൊന്ന് കുറച്ചു കൊടുക്കണം എന്നൊരു LC സെക്രട്ടറി വിളിച്ചു പറയുന്നത് അത്ര ഗുരുതരമായ കുറ്റമൊന്നുമില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, നേതാക്കൾ യഥാർത്ഥത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ളവരാണ്. ജനങ്ങളുമായി ബന്ധമുള്ളവർക്ക് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ ഓഫീസിൽ ശുപാർശ നടത്തേണ്ടി വരും. അത് വഴിവിട്ട കാര്യങ്ങളിലാണെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർ നിഷേധിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, ഒരു സംസ്ഥാന കമ്മിറ്റി നേതാവിന് തുല്യമായ അധികാരങ്ങളുള്ള ഒരു സഖാവ് എന്നോട് പറഞ്ഞത്, ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഒരു ശുപാർശ ഒരാളിന് വേണ്ടി പറഞ്ഞാൽ 500 രൂപ ഫൈൻ അടിച്ചു വെച്ചിരിക്കുന്നത് 1000 മാറും. ഇതാണ് പോലീസ് സേനയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ സഖാക്കൾക്ക് ഉള്ള സ്വാധീനം. അപ്പോൾ ഇങ്ങനെ ഒരു ഭരണത്തെ എന്തിനു താങ്ങി നിർത്തണം എന്ന് സഖാക്കൾ പോലും ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ പല ശക്തി കേന്ദ്രങ്ങളിലും, ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ, കയ്യൂര്, അതുപോലെ നമ്മുടെ പാർട്ടി രൂപീകരിക്കപ്പെട്ട പിണറായി, അങ്ങനെ തുടങ്ങിയ വയലാർ തുടങ്ങിയ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJPക്ക് വോട്ട് കൂടുതൽ ലഭിച്ചത്. മാത്രവുമല്ല, BJPയുടെ പ്രതിനിധികളില്ലാത്ത ബൂത്തുകളിൽ പോലും, ബൂത്ത് ഏജൻറ്റന്മാർ BJPക്ക് ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് വ്യാപകമായി വോട്ട് ലഭിച്ചു. ആലപ്പുഴയിലും കാസർഗോഡും കണ്ണൂരും എല്ലാം ഈ പ്രതിഭാസമുണ്ടായി. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നതിന് പകരം ഇപ്പോൾ പെൻഷൻ കുടിശ്ശികയും മറ്റും വാരാചരണം പോലെ അത് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമയബന്ധിതമായി നടപ്പാക്കും എന്ന് പറയുന്നതല്ലാതെ എപ്പോൾ നടപ്പാക്കും, എങ്ങനെ നടപ്പാക്കും എന്ന് പറയുന്നില്ല. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല. അച്ചടി മാധ്യമങ്ങളിൽ രേഖാമൂലം പ്രസിദ്ധപ്പെടുത്തുന്ന വിവരങ്ങൾ അത് വസ്തുനിഷ്ഠമാണെങ്കിൽ അതിന് ഉത്തരം പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. കാരണം അതൊരു ഡോക്യുമെൻ്റാണ്. അത് എഴുതിയ ലേഖകൻ മരിച്ചു പോയാലും പത്രാധിപർ മരിച്ചു പോയാലും അതൊരു ഡോക്യുമെൻ്റായി ലൈബ്രറികളിൽ, പത്രം ഓഫീസുകളിൽ ഇരിക്കും. ഒരു കേസ് കൊടുക്കണമെങ്കിൽ എഴുതിയ ആൾ മരിച്ചു പോയാൽ പോലും അത് ഒരു രേഖയായി കൊണ്ടുപോകാം. ഇപ്പോൾ കഴിഞ്ഞ ലക്കം കലാകൗമുദിയിൽ വന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, ജീവനക്കാർക്ക് കൊടുക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നു 42,000 കോടി. സുരേഷ് വണ്ടന്നൂർ എഴുതിയ ആ റിപ്പോർട്ട് നിയമസഭയിൽ BD സതീശൻ ചർച്ചയ്ക്കായി കൊണ്ടുവന്നെങ്കിലും സതീശൻ ആ വാർത്തയിൽ പറയുന്ന ആരോപണങ്ങളെല്ലാം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും ആകെ ഇപ്പോഴുണ്ടായതിന് അത് മറുപടി എന്നോണം മുഖ്യമന്ത്രി ഒരു നിവാരണ പരിഹാര വാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതല്ലാതെ ഒരു കാര്യവും ഉണ്ടായില്ല. ഈ വാർത്തയിൽ പറയുന്ന ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത് ക്ഷാമബദ്ധ കുടിശ്ശിക 1500 കോടി, ലീവ് സറണ്ടർ 5 വർഷം 1400 കോടി, പേ റിവിഷൻ കുടിശ്ശിക 6000 കോടി, 5 വർഷം മുമ്പ് നൽകേണ്ടിയിരുന്നത്, സർവീസ് പെൻഷൻകാർക്ക് DA കുടിശ്ശിക 6000 കോടി, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക 1000 കോടി. ഈ 7000 കോടി ഉൾപ്പെടെ ആകെ നൽകാനുള്ള കുടിശ്ശിക 42,000 കോടി രൂപയാണ്. 85,000 പെൻഷൻകാർ പെൻഷൻ റിവിഷൻ കുടിശ്ശിക, DR കുടിശ്ശിക എന്നിവ ലഭിക്കാതെ ഈ 85,000 പേർ മരണമടഞ്ഞു പോയി. ഈ പിണറായി ഭരണത്തിനിടയിൽ
85,000 പെൻഷൻകാർ അവരുടെ DA കിട്ടാതെ മരിച്ചുപോയി. ഇത് കേട്ടാൽ ഞെട്ടാനെങ്കിലും തയ്യാറാകണ്ടേ നമ്മുടെ ഭരിക്കുന്നവർ, മന്ത്രിമാർ, മുഖ്യമന്ത്രി? കാരണം അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടാതെ നാളെ ഞാനോ നിങ്ങളോ തട്ടിപ്പോയാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം? അങ്ങനെ തട്ടിപ്പോവുമെന്ന് ആലോചിച്ചാൽ തന്നെ എന്തായിരിക്കും? അപ്പോൾ 85,000 മനുഷ്യർ ഈ കാലയളവിൽ ഈ തടഞ്ഞു വച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ മരിച്ചുപോയി എന്നുള്ളതിൽ സർക്കാരിന് ആശ്വസിക്കാം. കാരണം അവർ കുഴിമാടത്തിൽ നിന്ന് ഈ 85,000 പേർ എഴുന്നേറ്റ് വന്ന് പിണറായിയോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സമയബന്ധിതമായി കൃത്യമായി പറയാത്ത ദിവസങ്ങൾക്കുള്ളിൽ ഇത് ലഭിക്കാൻ വേണ്ടി കൈനീട്ടി നിൽക്കില്ലല്ലോ, അവർ പോയി. അപ്പം ജീവിച്ചിരിക്കുന്നവരെങ്കിലും പരിഗണിക്കാൻ അവശേഷിക്കുന്ന 2 കൊല്ലം കൊണ്ട് കഴിയണം. മാത്രമല്ല, ഇപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്ന ഈ പരിഹാര മാർഗങ്ങൾ 2 കൊല്ലം കൊണ്ട് നടപ്പാക്കുമെന്നാണ്. 2 സാമ്പത്തിക വർഷങ്ങൾ കൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 കൊല്ലം എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ അവസാനിക്കും. ഈ സർക്കാരിൻ്റെ ഭരണ കാലയളവ് കഴിയും. കാരണം 3 കൊല്ലം പിന്നിട്ടിരിക്കുന്നു. അവശേഷിക്കുന്ന 1.5 കൊല്ലം കഴിയുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് ഉയർന്നു കഴിയും. പിന്നെ കാര്യമായി ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം? അതേ വാർത്തയിൽ തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. ഒന്നും നോക്കിയിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ എന്താ പറയുക, ഈ ഭാവത്തിൻ പരകോടിയിൽ അഭാവത്തിൻ പരിസ്ഫുരണം ദൃശ്യമാം എന്ന് പറയുന്നത് പോലെ പെൻഷൻ കിട്ടാത്ത, ക്ഷേമ പെൻഷൻ കിട്ടാത്ത അഗതികളും വിധവകളും വൃദ്ധരും കർഷക തൊഴിലാളികളും ക്ഷേമനിധിയിൽ സ്വന്തം പണമടച്ചിട്ട് അതിൻ്റെ കുടിശ്ശിക കിട്ടാതെ ഇരിക്കുന്ന ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ആളുകൾ, കർഷക ക്ഷേമനിധി ബോർഡിലെ ആളുകൾ, കോടിക്കണക്കിന് രൂപയാണ് ഓരോ ക്ഷേമനിധി ബോർഡിലും കെട്ടിക്കിടക്കുന്നത്. എന്നിട്ടും അവരുടെ അർഹതപ്പെട്ട കുടിശ്ശികകൾ ലഭിക്കാതെ പോകുന്നു. കഴിഞ്ഞ 8 കൊല്ലമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കാനോ പ്രഖ്യാപിച്ച ശമ്പള വർധനവ് നൽകാനോ കഴിയാത്ത ഈ സർക്കാരിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത പ്രതിപക്ഷത്തെയാണ് ശരിക്കും നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത്. ഒരിക്കൽ KPCC പ്രസിഡന്റ് ആയിരിക്കുകയാണെന്ന് തോന്നുന്നു കെ മുരളീധരൻ പറഞ്ഞതുപോലെ, കെ മുരളീധരൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമുണ്ട്: ഈ പ്രതിപക്ഷത്തെ മുക്കാലിയിൽ കെട്ടി അടിക്കണം. അന്ന് പ്രതിപക്ഷ നേതാവ് AK ആൻ്റണി ആയിരുന്നു. കാരണം നിർജീവമായി നിയമസഭയ്ക്കകത്തിരിക്കുന്ന, ഒന്നിലും പ്രതികരിക്കാത്ത ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തെ മുക്കാലിയിൽ കെട്ടി അടിക്കണം എന്ന് മുരളി അന്ന് പറഞ്ഞപ്പോൾ വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇന്നും അതാണ് സ്ഥിതി. കാരണം നമ്മൾ KSUവിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തെരുവിൽ കിടന്ന് അടികൊള്ളുന്നു, ചില യൂത്ത് കോൺഗ്രസ്സുകാർ അടി വാങ്ങുന്നു എന്നതൊഴിച്ചാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഈ അനീതികളൊന്നും കാണുന്നില്ല. ഇതൊന്നും അവർക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. നിയമസഭയിൽ പതിവ് പോലെ ഒരു സബ്മിഷനും സ്ഥിരമായ വാക്കൗട്ട് നടത്തി കഴിയുമ്പോൾ അവരെ ബാധ്യതകൾ അവസാനിച്ചു എന്ന് കരുതുന്നത് ഇനിയും ഈ സർക്കാർ വന്നാലുള്ള അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനങ്ങൾ മറ്റു വഴിയില്ലാതെ തങ്ങളെ തന്നെ വീണ്ടും വിജയിപ്പിക്കും എന്ന പ്രതീക്ഷയാവാം. കാരണം കേരളത്തിൽ അതാണല്ലോ പതിവ്. ഓരോ 5 കൊല്ലം കഴിയുമ്പോഴും ഇങ്ങനെ മാറി മാറി ഭരിക്കുന്ന മുന്നണികൾ. ആ ഒരു രീതിക്കും അടിവരയിടാൻ ജനങ്ങൾ ചിലപ്പോൾ മാറി ചിന്തിച്ചുകൂടുന്നില്ല.